ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അതിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഞങ്ങൾ ആദ്യം പോയത് സ്റ്റുഡിയോക്കാണ്. സ്റ്റുഡിയോക്ക് പോയത് അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടാണെങ്കിൽ പിന്നെ ടൗണൊക്കെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ ഒറ്റ ഹെൽമെറ്റേ ഉള്ളൂ, 2 ഹെൽമെറ്റ് ഇല്ല. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ നമ്മൾ ക്യാമറ നമ്മളെ ഫോട്ടോ എടുത്തെങ്ങാണ്ട് ഫേമസ് ആക്കൂലേ. അപ്പോൾ അതാണ്. അപ്പൊ ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് നേരെ ഞങ്ങൾ സുഡിയോക്ക് പോയി. സുഡിയോ വിചാരിച്ചിട്ട് ഞങ്ങൾ അറിയാതെ പോയി കയറിയത് മാർട്ടിലാണ് ഞങ്ങൾ പോയി കയറിയത്. കാരണം അത് ഒരൊറ്റ ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ പേര് ശ്രദ്ധിച്ചില്ല. ഇപ്പുറത്ത് മാർട്ടി പുതിയത് ഓപ്പൺ ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. ഞങ്ങള് മാർട്ടി കയറിയിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ. മുന്നേ വന്നപ്പോ ഇങ്ങനെ അല്ലല്ലോ എന്ന് ഞങ്ങൾ ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞത് ഇത് മാർട്ടിയാണ്, സ്റ്റുഡിയോ അപ്പുറത്താണെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തായാലും മാർട്ടി കയറിയതല്ലേ വെച്ചിട്ട് അവിടെ ഒരുപാട് അവിടെ കളക്ഷൻസ് ഒക്കെ അവിടെ നോക്കി. പിന്നെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് റേറ്റ് ആണ്. പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അത് സ്വാഭാവികം ഉണ്ടാവുമല്ലോ. അങ്ങനെ കല്യാണത്തിന് പറ്റിയ പാർട്ടി വെയർ ഡ്രസ്സാണ് വേണ്ടത്. അപ്പൊ പിന്നെ ഞങ്ങള് മുകളിലാണ് അങ്ങനത്തൊക്കെ ഉള്ള പറഞ്ഞപ്പോ മുകളിൽ കയറി. നമ്മൾ നേരെ പോയി കുറച്ചു നേരം സ്റ്റക്കായി നിന്ന് ഈ ഡ്രസ്സിന്റെ മുന്നിലാട്ടോ. കാരണം മെഹന്തി നൈറ്റിന് നമുക്കൊരു ഡ്രസ്സ് വേണം, ഗ്രീൻ കളർ. അപ്പൊ കുറച്ചു നേരം അത് എടുക്കണം വേണ്ട രണ്ട് മനസ്സോടെ രണ്ടുപേരും കുറച്ചു നേരം അയിമ ഇങ്ങനെ നോക്കി നിന്ന്. പിന്നെ അത് വേണ്ട, അങ്ങനെ നമ്മൾ മെഹന്തി നൈറ്റിന് തീരുമാനിച്ചത് ക്ലോത്ത് എടുത്തിട്ട് തയ്പ്പിക്കാന്നുള്ളതിൽ നമ്മൾ തീരുമാനിച്ചു. പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ച് പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കി, നമുക്ക് പറ്റുന്നെങ്കിലൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കാൻ, കളക്ഷൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കറങ്ങിയൊക്കെ നോക്കി. പക്ഷെ പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നി കേട്ടോ. നമ്മള് പാൻറ്റിനും ടോപ്പിനും കുറച്ച് റേറ്റ് കൂടുതലായിട്ട് തോന്നി. മീൻസ് ഒക്കെ 1000 എബോവ് ആണ് റേറ്റ്. 1000 താഴത്തേക്കൊന്നും കണ്ടില്ല അവിടെ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി സ്റ്റുഡിയോയിലും കൂടി കയറി വെക്കാൻ വിചാരിച്ച്. സ്റ്റുഡിയോയിലും കൂടി ഇല്ലെങ്കിൽ പിന്നെ നമ്മള് നേരെ ടൗണിലേക്ക് വിടാന്ന് വിചാരിച്ചു, തിരൂക്ക്. നമ്മൾ നേരെ സ്റ്റുഡിയോക്ക് കയറി നേരെ നമ്മളത് ആ കണ്ട ഡ്രസ്സിന്റെ അവിടെ നമ്മളവിടെ കുറച്ചു നേരം സ്റ്റോപ്പായി നിന്നിട്ടോ. ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ വീണ്ടും ഗ്രീൻ മെക്കാട്ടോ പോയത്, മെഹന്തി നൈറ്റിന്റെ. പിന്നെ ഗൈസ്, നമ്മള് പെൺകുട്ടികൾക്കുള്ളതാണല്ലോ, മിറർ അടക്കം ഉണ്ടായാലും കുറെ ഫോട്ടോ എടുക്കലൊക്കെ. ഞങ്ങൾ കുറെ ഫോട്ടോയും കുറെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്നും കൂടി കറങ്ങാന്ന് വിചാരിച്ച്. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളർ ഡ്രസ്സാണ് വേണ്ടത്. മെഹന്തി അല്ല, കല്യാണത്തിന്റെ അന്ന് ഡ്രസ് കോഡാണ് ബ്ലാക്ക് കളർ. പാർട്ടി വെയർ ആയിട്ടുള്ള ഗൗണോ ചുരിദാറോ അങ്ങനെ എന്തെങ്കിലുമാണ് വേണ്ടത്. പക്ഷെ നമ്മൾക്ക് അങ്ങനത്തൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉള്ളതിലൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ചെരുപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചെരുപ്പ് നമ്മൾ എടുക്കാൻ വിചാരിച്ചു. ഇതിന്റെ റേറ്റ് വന്നിട്ട് 299 അതിന്റെ റേറ്റ് വരുന്നത്. നല്ല അടിപൊളി അഫോർഡബിൾ റേറ്റും ആണ്. അതിന് ഓവർ പ്രൈസ് ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടു ഈ ചെരുപ്പ്. നമുക്കാണെങ്കിൽ നമ്മൾ വിചാരിച്ച ഡ്രസ്സ് മാർട്ടിൽ കിട്ടില്ല, സ്റ്റുഡിയോന്നും കിട്ടില്ല. ഇനിയിപ്പോ ടൗണിൽ ആണെങ്കിൽ ഹെൽമെറ്റും വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വിചാരിച്ച് കുറെ നേരം ഇവിടെ തന്നെ കറങ്ങി നിന്ന്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ട് കുറെ നേരം ഇവിടെ ഞങ്ങൾ നോക്കി ഉണ്ടെങ്കിലും. പക്ഷെ ഇവിടുന്ന് പറ്റിയൊന്നും ഇവിടുന്ന് ഇല്ല. പിന്നെ കല്യാണമല്ല, അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാതെ ഓരോന്നും എടുത്തിട്ട് കാര്യമല്ലോ. പിന്നെ ഇവിടെ ആ വെള്ള ടോപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്, എടുക്കണം നല്ല ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൈസിനൊത്ത് എനിക്ക് കിട്ടിയില്ല, എൻ്റെ സൈസിന് അവിടെ ഇല്ലായിരുന്നു. പിന്നെ അതവിടെ തന്നെ വെച്ച് എനിക്ക് വെസ്റ്റേൺ ടോപ്സ് ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് നോക്കി പറ്റിയ കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോന്ന്. കളക്ഷൻസ് ഒക്കെ കുറവാണൊന്നും എനിക്ക് പറ്റിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കളക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്, പക്ഷെ അവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒന്നും എടുത്തൊന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി തിരൂര് ടൗണിൽ തന്നെ ഇനി പോവാന്ന് വിചാരിച്ച്. ഞങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൂ, ടൗണിക്ക് പോകണോന്ന് കറങ്ങണോന്നുള്ള ബുദ്ധിമുട്ടല്ല. വണ്ടിക്ക് പോണോണ്ട് രണ്ടുപേർക്ക് ഹെൽമെറ്റ് വേണമല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഞാൻ പറഞ്ഞ് കുറച്ച് പൂങ്ങോട്ടിലോ അവിടെ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അതിന്റെ മുന്നായിട്ട് വണ്ടി നിർത്തിയിട്ട് ബസ് പോകാൻ വിചാരിച്ച്. അപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഷോപ്പും കൂടി ഇങ്ങനെ കണ്ടു. പുറത്ത് ഇങ്ങനെ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കയറി വെക്കാന്ന് വിചാരിച്ചങ്ങാണ്ട് കയറിയതാണ് ഈ ഷോപ്പിക്ക്.
ഒരു പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിച്ച പോലത്തെ ടോപ്പ് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് ടോപ്പാണ്. കല്യാണത്തിന്റെ അന്നത്തേക്കുള്ള ഡ്രസ്സ് മാത്രമാണ് കിട്ടിയത്. കല്യാണത്തിന്റെ അന്ന് ബ്ലാക്ക് ഡ്രസ്സ്, പിന്നെ മെഹന്തിക്ക് ഗ്രീൻ ആണ്, പിന്നെ പിറ്റേ ദിവസത്തേക്ക് വേറെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതിന് ഇതാട്ടോ നമ്മൾ എടുത്തത്. നമ്മൾ ആദ്യം അത് എടുത്തിട്ട് അതും പിന്നെ വേറെ 2 3 നമ്മൾ എടുത്തിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട അതാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, അതാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയത് ഇഷ്ടപ്പെട്ട്. പിന്നെ അതിന് നമ്മളൊരു ഷോളും എടുത്തിട്ടു. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് വണ്ടി അവിടെ തന്നെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ബസ്സിൽ തിരൂർ സ്റ്റാൻഡിൽ കയറി. നമുക്ക് ഹെൽമെറ്റ് ചെയ്യാത്തതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റൂല സ്റ്റാൻഡിൽ കയറാന്. നമ്മൾ സ്റ്റാൻഡിലെത്തി നമ്മൾ ചെരുപ്പും പിന്നെ മറ്റേ മെഹന്തി നൈറ്റിന്റെ ഡ്രസ്സിന്റെ ക്ലോത്തും പിന്നെ കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. നമ്മൾ 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചങ്ങാണ്ട് ഇറങ്ങിയതാണ്. നമ്മളൊരു 1 2 മണിക്കൂറിന്റെ ഉള്ളിൽ പർച്ചേസ് ഒക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലെത്താം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയത്. പക്ഷെ നല്ല ലേറ്റ് ആയി പോയി. നമ്മള് സ്റ്റാൻഡിൽ എത്തിയപ്പോ തന്നെ 4 മണി ആയിക്കോട്ടെ. സ്റ്റാൻഡിൽ എത്തിയപ്പോ പിന്നെ ഇവിടുന്ന് ചെരുപ്പ് എടുക്കാൻ 2 കടയിൽ കയറി, ഡ്രസ്സിന്റെ ക്ലോത്ത് ഒക്കെ 2 3 കടയിൽ കയറി. അന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാന്. പിന്നെ നമ്മളവിടുന്ന് ആകെ ക്ഷീണിച്ച് വിശന്നിട്ട് നമ്മളവിടുന്ന് ഷവർമ്മയും ലൈമും കുടിച്ചു. ഒരു കൂൾ ബാർ കയറിയിട്ട് എന്നിട്ട് നമുക്ക് ക്ലോത്ത് കിട്ടിയിട്ടില്ല കേട്ടോ. മെഹന്തി നൈറ്റിന്റെ ക്ലോത്ത് ഓൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമ്മള് എന്തെങ്കിലും കഴിച്ചിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേന് ഇരുടായി. പിന്നെ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഒരുപാട് ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി.